ഇതൊരുപാടുണ്ടല്ലോടാ. ഇതെത്ര പവനാ മനോഹര? ഇതൊക്കെ എന്തിനാ അമ്മ അറിയുന്നേ? പിന്നെ ഞാൻ അറിയണ്ടേ? അതൊക്കെ മരുമകൾ പറഞ്ഞു തന്നോളും സമയം പോലെ. കണക്ക് മുഴുവൻ മരുമോക്കറിയാം, എല്ലാം അറിയാം. മോളെ, മോക്ക് ഇഷ്ടമായോ? അച്ഛൻ വാങ്ങിയതല്ലേ, ഇഷ്ടായി. അതെ, പ്രതീക്ഷിച്ചതിലും കൂടുതൽ തരുന്നത് എന്തിനാണെന്ന് അറിയോ? കടമ തീർക്കുന്നതാ. ശല്യം ഒഴിവാക്കുന്നതാണെന്ന് പറയുന്നതല്ലേ മുത്തശ്ശി കുറച്ചുകൂടെ നല്ലത്? അങ്ങനെയാണെങ്കി അങ്ങനെ. വേറെ ആര് ചെയ്യൂടി ഇങ്ങനെ? നീ മനോഹരന്റെ മോളൊന്നും അല്ലല്ലോ, മരുമോളല്ലേ? മതി പറഞ്ഞത്. മോളെ, മോളിതൊക്കെ എടുത്ത് ഭദ്രമായിട്ട് അലമാരി കൊണ്ട് പൂട്ടിവെച്ചു. ബാധ ഉപദ്രവമുള്ള വീടാ. പലതും സംഭവിക്കും. അതെന്തിനാ മനോഹര നീ ശരത്തുമോന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്? ആരുടെയും മുഖത്ത് നോക്കി പറയണ്ടേ അമ്മേ? അങ്ങനെ നോക്കിയതാ. അച്ഛൻ ഇപ്പോഴും സംശയമുണ്ട് മുത്തശ്ശി, അന്നത്തെ തുണികത്തലിന് പിന്നിൽ ഞാനാണെന്ന്. ഇവന് ഭ്രാന്താ മോനെ. മോനെ ഒന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. മോനെ, ഈ കുടുംബത്തോടുള്ള സ്നേഹം എത്രയുണ്ടെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. അത് അവന് മനസ്സിലായില്ലെങ്കിൽ അത് അവന്റെ മാത്രം തെറ്റാ. ഡി പാർവതി, ഇതൊക്കെ വാങ്ങാനുള്ള കാശ് എവിടുന്ന് കിട്ടി? എനിക്കെങ്ങനെ അറിയാം? ഒന്നുമില്ലെന്ന് ഞാൻ ആദ്യം കരുതിയിരുന്നു. അതങ്ങനെയല്ലെന്ന് കടയിൽ ചെന്നപ്പോഴല്ലേ മനസ്സിലായത്. എല്ലാം 7-ാം തീയതിയോടെ തീരുമല്ലോ. അതായി ഏക സമാധാനം. അമ്മ അരിമുറുക്കെടുത്ത് തിന്നു. ഓടാ. എന്തിനാ അച്ഛാ ഇത്ര ആഭരണങ്ങളൊക്കെ വാങ്ങിച്ചത്? മോള്, ആരുടെ മുമ്പിലും തല ഉനിച്ച് നിൽക്കുന്ന അച്ഛന് ഇഷ്ടമല്ല. ഇത് അച്ഛൻ്റെ ഒരു വാശിയാ മോളെ. എന്നാലും വേണ്ടായിരുന്നു, ഇത് വേണ്ടായിരുന്നു അച്ഛാ. ഇത് സ്വർണ്ണമല്ല മോളെ, ഈ അച്ഛൻ്റെ സ്നേഹമാ. അതിന് എൻ്റെ മോള് കണക്ക് പറയരുത്. ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായിട്ട് വേണം കതിർ മണ്ഡപത്തിലേക്ക് മോള് കയറാൻ. അച്ഛൻ ഈ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. മോള് ഇതെടുത്ത് അലമാരി കൊണ്ട് ഭദ്രമായിട്ട് പൂട്ടി വെക്ക.